ഹായ്, നമുക്ക് കുറച്ച് കറണ്ട് അഫെയർ നോക്കാം. കറണ്ട് അഫെയർ ഞാൻ ജൂലൈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണിപ്പോൾ. കാരണം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് എന്തായാലും ലാസ്റ്റ് 6 മന്ത് ഇന്ത്യ കറണ്ട് അഫെയർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കത് വെച്ചിട്ട് അത് നോക്കാം. ജൂലൈ 1 രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ ശബ്ദമായി കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ ശബ്ദമായി കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പാണ് റെയിൽ വൺ ആപ്പ്. ജനറൽ ടിക്കറ്റും പ്ലാറ്റ്ഫോം ടിക്കറ്റും 3% കിഴിവോടെ നമുക്ക് ലഭിക്കും. ഇന്ത്യയിലെ ആദ്യ പെയ്ഡ് ചിപ്പ് പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചത് കെയ്ൻസ് സെമിക്കോൺ എന്ന് പറഞ്ഞിട്ട് കമ്പനിയാണ്. കെയ്ൻസ് സെമിക്കോൺ. മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകനാണ് തേജ് ബീർ സിംഗ്. പഞ്ചാബുകാരനാണ് തേജ് ബീർ സിംഗ്. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കും ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ്. അതിൻ്റെ നമ്പർ 14416. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം ആരുടെയാണ്? ദലൈ ലാമയുടെയാണ്. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണ മെഡൽ നേടിയത് ദിവാൻഷി ഭൗമിക്. ബിഗോണിയ നിഷിറോം എന്ന പുതിയ ഇനം പൂച്ചെടി കണ്ടെത്തിയ പ്രദേശമാണ് അരുണാചൽ പ്രദേശ്. അധ്യയന വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സർപ്പം പാഠം പദ്ധതി.